ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗീ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു ചീനച്ചട്ടി വെക്കുന്നുണ്ട്. ചൂടായപ്പോൾ 6 kg ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പം സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായിട്ട് വറുത്ത് കോരി വെക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാനൊരു ബിരിയാണി പോട്ട് അടുത്തതായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മാറ്റി വെച്ച ആ എണ്ണ ഉണ്ടല്ലോ, അത് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏലക്കായ, പിന്നെ ഗ്രാമ്പു, പട്ട അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി, ഒരു പകുതി ഉള്ളി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കാം. എന്നിട്ട് നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിന്റെ ഡബിൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ആ കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു എന്താ പറയാ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു പാകമാകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒന്ന് തുറന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതേപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ആ മല്ലിച്ചപ്പും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. അപ്പൊ ഞാൻ വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ, അപ്പൊ അത് ഞാൻ അതിന് വെയിറ്റിന് വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.